നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പാണക്കാട് തങ്ങളുടെ കാലിന്റെ ഇടയിൽ പോയിരിക്കുന്നത്? ഇനിയിപ്പോ നിങ്ങൾക്ക് അവിടെ വെച്ചിട്ട് ഇന്നിപ്പോ സുന്നത്ത് കർമ്മം കൂടി നടന്നിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഡെയിലി ഡാഷ് മലയാളം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഷൈനി മധുസൂദനൻ, അവരെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. മുമ്പ് ഒന്ന് രണ്ട് വീഡിയോസ് നമ്മൾ അവരെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, നിങ്ങളിൽ ചിലരൊക്കെ അവരുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ പൊതുജന മധ്യത്തിൽ വന്ന് ജനങ്ങളെ അസഭ്യം പറയുക എന്നുള്ളതാണ് പൊതുവായിട്ട് ഉള്ള ഇവരുടെ ഒരു സംസാര ശൈലി. നമുക്ക് പലരോടും എതിർപ്പുണ്ടാവും, പലരെയും നമ്മൾ വിമർശിക്കുന്നുണ്ടാവും. അതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഭാഷ അത് മാന്യമായ ഭാഷയായിരിക്കും, സഭ്യമായ രീതിയിലായിരിക്കും ആരും വളരെ നോർമലായി തന്നെ പ്രതികരിക്കാറുള്ളത്, അല്ലെങ്കിൽ പ്രതികരിക്കുമ്പോൾ ഉപയോഗിക്കാറുള്ളത്. പക്ഷെ ഈ സ്ത്രീ അങ്ങനെയല്ല. ആരാണെങ്കിലും തനിക്ക് എതിർപ്പുള്ള, താൻ വിമർശിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ ആരാണെങ്കിലും, അവർ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഒരു തരത്തിലുള്ള മയപ്പെടുത്തലും ഇല്ലാതെ അസഭ്യം പറഞ്ഞും മോശമായ പദങ്ങൾ ഉപയോഗിച്ചുമൊക്കെയാണ് ആളുകളെ വിമർശിക്കുന്നത്. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഒരു പൊതുജന മധ്യത്തിൽ എങ്ങനെ നമ്മൾ ഒരാളെ വിമർശിക്കാൻ പാടില്ല എന്നതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഈ പറയപ്പെടുന്ന സ്ത്രീ. ഭൂതകാലങ്ങളിൽ ഇവരുടെ വായിൽ നിന്നും പുറത്തേക്ക് വന്ന വിസർജ്യത്തിന്റെ ഒരു തോത് അറിയാൻ വേണ്ടി നമുക്ക് ഇവരുടെ കുറച്ച് പഴയ വീഡിയോസ് ഉണ്ട്. അതിന്റെ ചില ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കാം. മനാഫിന്റെ മതവുമല്ല കൊതവുമല്ല, നമുക്ക് മനാഫിന്റെ മതവും കൊതവും ഒന്നും ഒരു പ്രശ്നമല്ല. കാലത്തൊട്ട് വൈകുന്നത് വരെ ഈ പാട്ടാണ്. അമ്മൂമ്മയുടെ അതേ മൂക്ക്, അമ്മൂമ്മയുടെ അതേ കവിള്, അമ്മൂമ്മയുടെ അതേ പൊക്കിള്, അമ്മൂമ്മയുടെ അതേ ചന്തി, അമ്മൂമ്മയുടെ അതേ മുടി, അങ്ങനെ 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 വർണ്ണനകൾ അങ്ങനെ നീണ്ടു പോകുന്നു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ അമ്മൂമ്മയുടെ അതേ മൂക്കുണ്ടായാൽ ഭരണം അതിനോട് സാദൃശ്യമാണോ? അമ്മൂമ്മയുടെ അതേ ചന്തി ഉണ്ടായാൽ അതുപോലെ തന്നെ ഇരുന്ന കസേരയിൽ ഇരിക്കാമെന്നാണോ? അതോ അമ്മൂമ്മയുടെ അതേ പൊക്കിളുണ്ടായാൽ അതേപോലെ തന്നെ ഭരിക്കാമെന്നാണോ? അല്ലാണ്ട് നാടിന് വേണ്ടത് പ്രിയങ്ക ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും മൂക്കും കണ്ണും ചന്തിയും വയറൊന്നും അല്ലല്ലോ വേണ്ടത്. ഇതാ ബാത്റൂമിലേക്ക് പോയി. ബാത്റൂമിൽ എത്ര പോയിട്ടുണ്ട്, എത്ര അളവിൽ പോയിട്ടുണ്ട്? ഇന്ന് പ്രിയങ്ക ഗാന്ധിക്ക് ഇത്ര അളവിലാണ് പോയത്. അത് ഇന്ദിരാഗാന്ധി അപ്പി ഇട്ട് വെക്കുന്ന അതേപോലെ തന്നെയാണ് പ്രിയങ്ക ഗാന്ധിയും അപ്പി ഇടുന്നത്. നിങ്ങൾ എല്ലാവരും കാണൂ. ഇതാണ് ഇവരുടെ ഭൂതകാല ചരിത്രം. പുതിയ സംഭവം എന്താന്ന് വെച്ചാൽ, സന്ദീപ് വാര്യർ എന്ന ബി.ജെ.പിയുടെ യുവ നേതാവ് ബി.ജെ.പി ബന്ധം ഉപേക്ഷിച്ച് കോൺഗ്രസിലേക്ക് വന്നു. ഏതൊരു പാർട്ടിയുടെ നേതാക്കളാണെങ്കിലും അല്ലെങ്കിൽ പ്രവർത്തകരാണെങ്കിലും അവർ ഈ പാർട്ടിയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ പാർട്ടി മാറുമ്പോൾ അതാത് പാർട്ടികളുടെ നേതാക്കളെ കാണുന്നതിന് പുറമെ ആ പാർട്ടികളുമായി സഖ്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പാർട്ടികളുടെ നേതാക്കളെ കാണുകയും അവരുടെ ഓഫീസിൽ പോവുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി നടക്കുന്ന ഒരു കാര്യമാണ്. അത്തരത്തിൽ കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായിട്ടുള്ള UDF-ന്റെ നേതൃസ്ഥാനത്തുള്ള മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കാണാൻ അദ്ദേഹത്തിന്റെ തറവാടായ കൊടപ്പനക്കിലേക്ക് പോവുകയുണ്ടായി. തങ്ങളെ കാണുകയും ലീഗിന്റെ നേതാക്കളുമായി സംസാരിക്കുകയും അതുമായി ബന്ധപ്പെട്ട അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് ആ വിശേഷങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു. ഇത് കണ്ടതും നമ്മുടെ ഈ ചേച്ചിക്ക് അങ്ങോട്ട് ഹാലിളകി. ഹാലിളകുക എന്ന് പറഞ്ഞാൽ ചേച്ചിയിലെ സനാതനി അങ്ങോട്ട് ഉണർന്ന് വല്ലാത്തൊരു യക്ഷി രൂപത്തിൽ അങ്ങോട്ട് സംസാരിക്കാനും പിച്ചും പേയൊക്കെ പറയാൻ തുടങ്ങി. വേണമെങ്കിൽ നമുക്ക് ആ ഭാഗം കൂടി ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ മതേതര പാർട്ടി ഈ ഒരു വിഭാഗക്കാരുടെ മാത്രം കാലിന്റെ ഇടയിൽ പോയിരിക്കുന്നത്? ഞാനിന്ന് എന്റെ ഭാഷ ഞാൻ കുറച്ച് മോശമാക്കാൻ തന്നെ തീരുമാനിച്ചതാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇതൊരു ദേശീയ പാർട്ടിയാണ്, മതേതര പാർട്ടിയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പാണക്കാട് തങ്ങളുടെ കാലിന്റെ ഇടയിൽ പോയിരിക്കുന്നത്? ഇനിയിപ്പോ നിങ്ങൾക്ക് അവിടെ വെച്ചിട്ട് ഇന്നിപ്പോ സുന്നത്ത് കർമ്മം കൂടി നടന്നിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പോ സാധാരണ സുന്നത്തൊന്നും കുട്ടികളുടെ പിടിച്ചിട്ട് പിന്നെ ചെത്തുന്ന പോലെ ഒന്നും ചെത്താൻ പറ്റില്ല. കാരണം വാര്യരുടെ അവിടെ നിന്നൊക്കെ കൈവിട്ടു പോയതാണ്. അപ്പൊ വാര്യരുടെ ഒക്കെ ഇനി വല്ല മുട്ടിയിലും വെച്ച് ചെത്തേണ്ടി വരും. പാടുണ്ട്, ഒരുപാട് പണിയുണ്ട്. പാണക്കാട് തറവാടിന്റെ പാണക്കാട് തങ്ങളുടെ കാലിന്റെ ഇടയിൽ പോയി ഇരുന്നില്ലെങ്കിൽ പാർട്ടി ഒന്നുമല്ല. കണ്ടില്ലേ ചേച്ചിയുടെ വായിൽ നിന്ന് വന്ന വാക്കുകൾ? അനർഗളം നിർഗളം ഒഴുകി തെറിച്ചു വന്ന വിസർജ്യം നിങ്ങൾ കണ്ടില്ലേ? എന്താണ് ചേച്ചി ഇത്ര രോഷാകുലയാക്കിയതെന്ന് ചോദിച്ചാൽ, സന്ദീപ് വാര്യർ എന്തിനാണ് പാണക്കാട് പോയത്? മുസ്ലിം ലീഗിന്റെ നേതാവിനെ കാണാൻ പോയത് എന്തിനാണ് മുസ്ലിം ലീഗിന്റെ ഓഫീസിലേക്ക് പോയത്? ചേച്ചിക്ക് അല്ലെങ്കിൽ തന്നെ മുസ്ലിങ്ങളൊന്നും കേട്ടാൽ തന്നെ വല്ലാത്ത വെറുപ്പാണ്. കാരണം നമുക്കറിയാം, ചേച്ചി സ്വാഭാവികമായിട്ടും മുസ്ലിം പേര് കേൾക്കുമ്പോൾ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട എന്ത് കേട്ടാലും ചേച്ചിക്ക് ഒരുതരം ഹാലിളകും. അതിന്റെ കാരണം ചേച്ചി ഒരു സംഘടനയാണെന്നുള്ളതാണ്. സംഘപരിവാറിന് മുസ്ലിങ്ങളോട് വല്ലാത്ത വെറുപ്പും അകൽച്ചയും വിദ്വേഷവും ഒക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അത്തരത്തിൽ സന്ദീപ് വാര്യർ എന്തിന് മുസ്ലിങ്ങളെ കാണാൻ പോകണം, പാണക്കാട് തങ്ങളുടെ കാലിന്റെ ഇടയിൽ പോകണം എന്ന രീതിയിലാണ് ചേച്ചി സംസാരിക്കുന്നത്. തുടർന്ന് ചേച്ചി ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് പോയിന്റുകളുണ്ട്. എന്തുകൊണ്ട് സന്ദീപ് വാര്യർ ജി SNDP നേതാവായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനെ കാണാൻ പോയില്ല? അല്ലെങ്കിൽ നായർ സംഘടനയുടെ നേതാവായിട്ടുള്ള സുകുമാരൻ നായരെ കാണാൻ പോയില്ല? എന്തിന് പാണക്കാട്ട് തന്നെ പോയി? സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കാലിന്റെ കീഴിൽ എന്തിനു പോയി എന്നാണ് ചേച്ചി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്.
ചേച്ചി ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഈ സന്ദീപ് വാര്യർ മെമ്പർഷിപ്പ് എടുത്തത് കോൺഗ്രസ് എന്ന പാർട്ടിയിലാണ്, അല്ലാതെ ഏതെങ്കിലും സാമുദായിക സംഘടനയിലല്ല. ഒരു സാമുദായിക സംഘടനയിലാണ് അല്ലെങ്കിൽ SNDP എന്ന സാമുദായിക സംഘടനയിലാണ് വാര്യർ മെമ്പർഷിപ്പ് എടുത്തതെങ്കിൽ തീർച്ചയായും വെള്ളാപ്പള്ളി നടേശനെ കാണാൻ പോണം. അതല്ല എങ്കിൽ നായർ സംഘടനയിലാണ് അദ്ദേഹം മെമ്പർഷിപ്പ് എടുത്തതെങ്കിൽ അത്തരത്തിൽ ഒരു സമുദായ നേതാവായിട്ടുള്ള നായർ സംഘടനകളുടെ സമുദായ നേതാവായിട്ടുള്ള സുകുമാരൻ നായരെ കാണാൻ പോണം. പക്ഷെ സന്ദീപ് വാര്യർ മെമ്പർഷിപ്പ് എടുത്തത് കോൺഗ്രസ് എന്ന ദേശീയ പാർട്ടിയിലാണ്. ആ പാർട്ടി കേരളത്തിൽ ഭരിക്കുന്നതും കേരളത്തിൽ യോജിച്ച് പ്രവർത്തിക്കുന്നതും അവരുടെ സഖ്യകക്ഷിയായിട്ടുള്ള പ്രധാനപ്പെട്ട വോട്ട് ബാങ്കായ മുസ്ലിം ലീഗിനോടൊപ്പമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിന്റെ നേതാവിനെയാണ് കാണാൻ പോകേണ്ടത്. പിന്നെ ചേച്ചി പറഞ്ഞത് പാണക്കാട് പോയി സന്ദീപ് വാര്യർ സുന്നത്ത് ചെയ്തു, സുന്നത്ത് ചെയ്യാൻ പറ്റുമോ? സന്ദീപ് വാര്യരുടെ പഴയതുപോലെ ചെറുതല്ലല്ലോ, ഒത്തിരി വലുതായില്ലേ, അത് സാധാരണ കത്തി കൊണ്ടൊക്കെ മുറിക്കാൻ പറ്റുമോ? എന്തിനാണ് ചേച്ചി ഇത്ര അസഹിഷ്ണുത? നമ്മുടെ നാട്ടിൽ ഒരാൾ പാർട്ടി മാറുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കാര്യമൊന്നുമല്ലല്ലോ. നിങ്ങളുടെ പാർട്ടിയിലേക്ക് കോൺഗ്രസ് ഉപേക്ഷിച്ച് പത്മജ വേണുഗോപാൽ വന്നില്ലേ, നിങ്ങൾ നല്ല രീതിയിൽ അവരെ സ്വീകരിച്ചില്ലേ? അവരെ കുറിച്ച് ആരെങ്കിലും ഇതുപോലെ വീഡിയോ ചെയ്തിട്ട് അവരെ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞോ? പത്മജ RSSന്റെയും BJPയുടെയും ഓഫീസുകളിൽ കയറി ഇറങ്ങി നടന്നില്ലേ? ഇവിടെ ആരെങ്കിലും അവരെ അസഭ്യം പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള വീഡിയോ ചെയ്തോ? പിന്നെ എന്തിനാണ് ചേച്ചിക്ക് ഇത്ര അസഹിഷ്ണുത? നാട്ടിൽ പാർട്ടികൾ ആളുകൾ മാറാറുണ്ട്, അവർക്ക് ഇഷ്ടമുള്ള പാർട്ടികൾ തെരഞ്ഞെടുക്കാറുണ്ട്, അവർക്ക് ഇഷ്ടമുള്ള സംഘടനകളിലേക്ക് പോകാറുണ്ട്. അതിന് ചേച്ചി എന്തിനാണ് ഇങ്ങനെ കുരുപൊട്ടിക്കുന്നത്? ഇതിന് മാത്രം ചേച്ചിയെ പ്രകോപിപ്പിച്ച വസ്തുത എന്താണ്? ഇനി സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നിട്ട് ആ പാർട്ടിയുടെ സഖ്യകക്ഷിയായിട്ടുള്ള ലീഗ് നേതാവിനെ കണ്ടത് ചേച്ചിക്ക് ഇത്രത്തോളം കുരുപൊട്ടുന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. അയാളെ കാണുമ്പോഴും ചേച്ചിക്ക് കുരുപൊട്ടണം. ചേച്ചി ഈ രീതിയിൽ ഒരു വീഡിയോ ചെയ്യാൻ തയ്യാറാണോ? കാരണം അദ്ദേഹം വോട്ട് പിടിച്ച് നടന്ന കാലത്ത് തൃശ്ശൂരിൽ മുസ്ലിങ്ങളുടെ പള്ളിയിൽ പോയി ജീരകക്കഞ്ഞി കുടിച്ച ആളാണ്. മുസ്ലിങ്ങളുടെ കാലിന്റെ കീഴിൽ പോയി എന്തിന് അയാൾ ഇരിക്കണം? എന്തിന് മുസ്ലിങ്ങളുടെ കാലിന്റെ ഇടയിൽ പോയിരുന്ന് ജീരകക്കഞ്ഞി കുടിക്കണം, നോമ്പ് കഞ്ഞി കുടിക്കണം? ചേച്ചിക്ക് ചോദിക്കാനുള്ള ധൈര്യമുണ്ടോ? ആളാരാണെന്ന് മനസ്സിലായല്ലോ, ഷിറ്റ് ഗോപി. നമുക്ക് വേണമെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. أشهد أن لا إله إلا الله أشهد أن لا സുരേഷ് ഗോപി ചെയ്തത് ശരിയാണെന്ന് അഭിപ്രായം ചേച്ചിക്കുണ്ടോ? മുസ്ലിങ്ങളുടെ കാലിനിടയിൽ പോയതല്ലേ? അവിടെ പോയിരുന്ന ആൾ കഞ്ഞി കുടിച്ചില്ലേ? എന്തിനാണ് ഈ മേത്തന്മാരുടെ മുസ്ലിങ്ങളുടെ കാലിനിടയിൽ പോകേണ്ട ആവശ്യം എന്താണ്? ഒരു സംഘപരിവാർ നേതാവിന്, ഒരു BJPയുടെ നേതാവിന് മുസ്ലിങ്ങളുടെ കാലിനിടയിൽ പോയിരിക്കേണ്ട കാര്യം എന്താണ്? അവിടെ പോയിരുന്നത് മാത്രമല്ല, അവരുടെ കാലിനിടയിൽ പോയിരുന്ന് കഞ്ഞിയും വാങ്ങിച്ചു കുടിച്ചു. ഇത് ശരിയാണോ? ചേച്ചി ഇതിനെതിരെ പ്രതികരിക്കുമോ? പ്രതികരിക്കണ്ടേ? ഈ വീഡിയോ അന്ന് ചേച്ചിയുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല എങ്കിൽ ഇപ്പൊ ചേച്ചി ഞാനത് കാണിച്ചു തന്നില്ലേ? ചേച്ചി ഒരു വാക്ക് പറയൂ. പ്രതികരിക്കാനുള്ള ധൈര്യമുണ്ടോ ചേച്ചിക്ക്? ചേച്ചി ഇത്രയും വലിയ പ്രഭാഷകൻ സംഘപരിവാറിന് വേണ്ടിയിട്ട് കുറെ നാളായി കുറച്ചോണ്ടിരിക്കല്ലേ? ഈ വിഷയത്തിൽ ചേച്ചി ഒന്ന് കുറയ്ക്ക്, അല്ലെ ഈ വിഷയത്തിൽ ചേച്ചി ഒന്ന് കുണയ്ക്ക്. കുറെ കാലമായല്ലോ ഈ പണി തുടങ്ങിയിട്ട്. അതുകൊണ്ട് ചേച്ചി ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം. നമ്മുടെ നാട്ടിൽ ആളുകൾ പാർട്ടി മാറുമ്പോൾ അവരവരുടെ ഓഫീസുകൾ സന്ദർശിക്കും, സഖ്യകക്ഷികളുടെ നേതാക്കളെ കാണും, അവരുടെ വീട്ടിൽ പോകും. ഇനി ഇലക്ഷൻ കാലമായി കഴിഞ്ഞാൽ ആളുകൾ പള്ളിയിൽ കയറും, അമ്പലത്തിൽ പോകും, സ്കൂളുകളിൽ പോകും എന്ന് വേണ്ട, അതൊക്കെ അവരുടെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി കാലങ്ങളായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങളിൽ അറിവില്ലെങ്കിൽ അതിനെക്കുറിച്ച് മിണ്ടാതെ ഒരു ഭാഗത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കുകയാണ് വേണ്ടത്. ഇനി അറിവില്ലായ്മ ഒരു തെറ്റല്ല, പക്ഷെ അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ പൊതുജന മധ്യത്തിൽ വന്ന് നിന്നുകൊണ്ട് ഒരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പറയുക എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ വിവരക്കേടാണ്. മറ്റൊരു ചേച്ചിയോട് പറയാനുള്ളത്, ഒരാൾ RSS ബന്ധമോ BJP ബന്ധമോ ഉപേക്ഷിച്ച് CPM-ലേക്കോ കോൺഗ്രസിലേക്കോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലേക്കോ പോയാൽ അവര് രക്ഷപ്പെട്ടു എന്ന് കരുതുക. അവരെ കുറിച്ച് ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ? ഇനിയുള്ള കാലമെങ്കിലും അവര് ചോറും വെള്ളവും കഴിച്ച് ജീവിക്കട്ടെ. ഇത്രയും കാലം നമ്മളോടൊപ്പം ചാണകവും തിന്ന് മൂത്രവും കുടിച്ചാണല്ലോ ജീവിച്ചത്. അവരെങ്കിലും ഇനിയുള്ള കാലം സന്തോഷമായി ജീവിക്കട്ടെ. നല്ല ഭക്ഷണം കഴിച്ച് ശുദ്ധവായു ശ്വസിച്ച് വർഗീയത ഇല്ലാതെ സ്നേഹസമ്പന്നമായ ഒരു സമൂഹത്തിൽ സ്നേഹത്തോടു കൂടി അവർ ജീവിക്കട്ടെ എന്നാണ് ചേച്ചിയെ പോലുള്ളവർ ചിന്തിക്കേണ്ടതും ചേച്ചിയെ പോലുള്ളവർ ആലോചിക്കേണ്ടതും. പിന്നെ മറ്റൊരു കാര്യം, ഒരു കാരണവശാലും അന്യപുരുഷന്മാരുടെ കാലിന്റെ ഇടയിലേക്ക് നോക്കാൻ പാടില്ല. അവരുടെ കാലിന്റെ ഇടയിലുള്ളത് എന്താണ്, അതിന്റെ നീളം എത്രയാണ്,
അതിന്റെ വണ്ണം എത്രയാണ്, അതിന്റെ മൊഞ്ചെന്താണ്, അങ്ങനെയൊന്നും നോക്കി നടക്കാൻ പാടില്ല ചേച്ചി. ചേച്ചിക്ക് മധുസൂദൻ എന്ന് പറയുന്ന ഒരു കെട്ടിയവനുണ്ട്. ചേച്ചി നോക്കേണ്ടത് അയാളുടെ കാലിന്റെ ഇടയിലേക്കാണ്. അയാളുടെ കാലിന്റെ ഇടയിലുള്ളതിന്റെ നീളമാണ് ചേച്ചി അളക്കേണ്ടത്, അതിന്റെ വണ്ണമാണ് ചേച്ചി നോക്കേണ്ടത്, അതിന്റെ ഭംഗിയാണ് ചേച്ചി നോക്കേണ്ടത്. അല്ലാതെ നാട്ടിലുള്ള മറ്റു പുരുഷന്മാരുടെ, പ്രത്യേകിച്ച് പൗരപ്രഭുക്കന്മാരുടെ കാലിന്റെ ഇടയിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സനാതനിക്ക് ചേർന്ന ധർമ്മമല്ല. അതല്ല, ഇനി സനാതന ധർമ്മം ചേച്ചി അതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ചേച്ചി മനുഷ്യധർമ്മം എന്താണെന്ന് പഠിക്കുക, ആ ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കുക, ആ ധർമ്മം ഉൾക്കൊണ്ട് അതിൽ ഉറച്ചു നിന്ന് ജീവിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.